അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോ കെന്റ് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. അമേരിക്കയെ മറ്റൊരു വിനാശകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിടാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: താൻ ഏറെ ആലോചിച്ചതിന് ശേഷമാണ് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ തനിക്ക് മനസാക്ഷിയോടെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ US-ന് ഒരു ഭീഷണി ഉയർത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേലിന്റെയും അവരുടെ ശക്തമായ അമേരിക്കൻ ലോബിയുടെയും സമ്മർദ്ദം മൂലമാണ് US ഈ യുദ്ധം ആരംഭിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ചുവട് പിടിച്ച് അർജന്റീനയും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി. അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലയുടെ സർക്കാർ ഈ പിന്മാറ്റം സ്ഥിരീകരിച്ചു. തന്റെ വിദേശ നയത്തിന്റെ ഭാഗമായും അന്താരാഷ്ട്ര ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ട്രംപ് ഭരണകൂടം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയിരുന്നു. സംഘടനയുടെ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും രീതികളും ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ പിന്മാറ്റം. സമാനമായ കാരണങ്ങളാണ് അർജന്റീനയും ഉന്നയിക്കുന്നത്. ഇത് മേഖലയിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയും വാക്സിനേഷൻ പദ്ധതികളെയും ബാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആഗോള ആരോഗ്യ ശൃംഖലയിൽ നിന്ന് രാജ്യം ഒറ്റപ്പെട്ടു പോകുമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ഇന്ന് UK-യിൽ എത്തിയിട്ടുണ്ട്. 37 വർഷത്തിന് ശേഷം ഒരു നൈജീരിയൻ ഭരണാധികാരി നടത്തുന്ന ആദ്യത്തെ ബ്രിട്ടൻ സന്ദർശനമാണിത്. ചിലി പ്രസിഡന്റ് ജോസെ ആന്റോണിയോ കാസ്റ്റ് രാജ്യത്തെ 43 പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വായു ജല മലിനീകരണം നിയന്ത്രിക്കുന്ന കർശനമായ നിയമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇത് പരിസ്ഥിതി മലിനീകരണം വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയ പാർക്കുകൾക്കുള്ളിലും സംരക്ഷിത വനമേഖലകളിലും ഖനനത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഖനന മേഖലയെ ഉത്തേജിപ്പിക്കാനുമാണ് ഈ നടപടിയെന്ന് പ്രസിഡന്റ് കാസ്റ്റ് വ്യക്തമാക്കി. പരിസ്ഥിതി പ്രവർത്തകരും ഗോത്രവർഗ വിഭാഗങ്ങളും ഈ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ചിലിയുടെ പ്രകൃതി സമ്പത്തിനെ നശിപ്പിക്കുമെന്ന് അവർ ആരോപിക്കുന്നു.